ഈ താപനില ഉയർന്നതോടെ സംസ്ഥാനത്തെ ഡാമുകളിലും ജലനിരപ്പ് കുറയുകയാണ്. KSEBിയുടെ ഭൂരിഭാഗം അണക്കെട്ടുകളിലും അവശേഷിക്കുന്നത് 30% വെള്ളം മാത്രമാണ്. 17 ഡാമുകളിൽ മാത്രമാണ് 50% മുകളിൽ വെള്ളമുള്ളത്. ജൂൺ ആദ്യം കാലവർഷം എത്തിയില്ല എങ്കിൽ ജലവിതരണവും വൈദ്യുതി ഉൽപ്പാദനവും ഒക്കെ പ്രതിസന്ധിയിലാകും എന്നാണ് അധികൃതരൊക്കെ പറയുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രാഹുൽ, ഇടുക്കിയിൽ എന്താ അവസ്ഥ? മാധു, പൊതുവെ എല്ലാവരും പറയും സംസ്ഥാനത്തെ 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഇല്ല എന്ന്. പക്ഷേ വയനാട്ടിലും ഇടുക്കിയിലും കടുത്ത ചൂടാണ്. KSEBിയുടെയും ജലവിഭവ വകുപ്പിന്റെ കണക്കുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ഇടുക്കിയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഡാമുകളിലും ജലനിരപ്പ് 50% താഴെ എത്തിയിരിക്കുന്നു. പരമാവധി 30% ഒക്കെയാണ് മിക്ക ഡാമുകളിലും ഉള്ളതെന്നാണ് പറയുന്നത്. KSEBിക്ക് സംസ്ഥാനത്ത് 17 ഡാമുകളാണ് ആകെയുള്ളത്. അതിൽ 5 ഡാമുകളിൽ മാത്രമാണ് 50% മുകളിൽ വെള്ളമുള്ളത്. ബാക്കിയുള്ള എല്ലാ ഡാമുകളിലും 30% താഴെയാണ് നിലവിലെ ജലനിരപ്പ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ 50% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ഡാമിൽ 37% മാത്രമാണ് വെള്ളമുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് 9 അടി വെള്ളം കുറവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ജൂണിൽ മഴ പെയ്യുന്നതും കാത്തിരിക്കുകയാണ് KSEB. ജൂൺ ആദ്യം മഴ എത്തിയില്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. KSEBിയിൽ മാത്രമല്ല ജലവിഭവ വകുപ്പിന്റെ ഡാമുകളിലും ഈ പ്രതിസന്ധി ഉണ്ടെന്നാണ് പറയുന്നത്. കണക്കുകൾ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആകെ ജലവിഭവ വകുപ്പിന് 20 ഡാമുകളാണ് ഉള്ളത്. അതിൽ 50% മുകളിൽ വെള്ളമുള്ളത് 2 ഡാമിൽ മാത്രമാണ്. അപ്പോൾ എത്രത്തോളമാണ് ആ പ്രതിസന്ധി എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 11 ഡാമുകളിൽ ജലനിരപ്പ് 30% താഴെയാണെന്നും കണക്കുകൾ പറയുന്നുണ്ട്. എന്നാണെങ്കിലും മഴ പെയ്യട്ടെ, മഴ പെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കുകയുമാണ്. മാധു, ശരി. അപ്പം ചൂടിന്റെ കാര്യമാണെങ്കിലും വൈദ്യുതിയുടെ കാര്യമാണെങ്കിലും ജലവിതരണത്തിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് ചൂട് പോകുന്നതെങ്കിൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു.